മക്കളെ വളർത്തുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാ. സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ് നമ്മുടെ പെൺമക്കളും ആൺമക്കളും കൂടി മിങ്കിളായി പോകുന്ന ഒരു ടൂറുണ്ട് സഹോദരങ്ങളെ. കഴിഞ്ഞ ആഴ്ച വയനാട് ജില്ലയിലെ പനമരത്ത് വകതിന് പോകുമ്പോ ഞാനുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി പനമരത്ത് നിന്ന് വകതും കഴിഞ്ഞ് വയനാടിന്റെ മലനിരകളിലൂടെ മഞ്ഞുതുള്ളി പെയ്തിറങ്ങുന്ന മാസ്മരികമായ മനോഹാരിതയിൽ മദാരസയെ പോലെ മയങ്ങിക്കിടക്കുന്ന മലനാടിന്റെ മനോഹാരിത കാണാൻ വയനാടിന്റെ കടക്കാട്ട് തീരങ്ങളിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്താണ് സംഘാടകർ പറഞ്ഞു, ഉസ്താദേ ഇവിടെ കുറുവാ ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. കാട്ടിന്റെ ഉള്ളിലോട്ട് ചങ്ങാടത്തിൽ അവിടെ പോയാൽ കുറുവാ ദ്വീപിന് 7 ദ്വീപുകളാ. അതിലൂടെ വെള്ളത്തിൽ തടാകം കടന്നു പോകണം. ഞാനുണ്ട്, എന്റെ സുഹൃത്തുക്കളായ ഓച്ചറ സിയാദുണ്ട്, നിസാമുണ്ട്, എന്റെ സുഹൃത്ത് കമലാസറയുടെ അബ്ദുള്ളയുണ്ട്, ഞങ്ങളെല്ലാവരും വയനാടുള്ള ഞങ്ങളുടെ സുഹൃത്ത് മുജീബുണ്ട്, ഇസ്മായിലുണ്ട്. ഞങ്ങൾ നേരെ കുറുവാ ദ്വീപിന് പോയി. നേരത്തെ തന്നെ ആളുകളോട് പറഞ്ഞ് പരിഗണന കിട്ടി. ചങ്ങാടത്തിന് കയറി ആദ്യത്തെ തടാകം നദി നീണ്ടിക്കൈ ചങ്ങാടത്തിന് കടന്നു. സഹോദരങ്ങളെ, രണ്ടാമത്തെ ദ്വീപ് കൊടുങ്കാടാണ്. രണ്ടാമത്തെ പടയിലോട്ട് ഇറങ്ങുമ്പോ കുറെ കുട്ടികൾ പെൺകുട്ടികൾ വന്ന് വന്നാകി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു വാദം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് പടച്ചറപ്പിന്റെ മുമ്പിൽ പോകണ്ടേ, പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പിൽ പറയണ്ടേ. അല്ലാഹുവേ, ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ അറിയില്ല. 50% തലമറച്ച പെണ്ണുങ്ങളാ. +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, SSLC പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കളായിട്ട് വരുന്നുണ്ട്. മിക്കാളുകളും തലയിൽ തട്ടമിട്ട് നമ്മുടെ പൊന്നുമക്കളാ. സഹോദരങ്ങളെ, വഴിവെടുത്ത പാറയിലൂടെ തടാകത്തിന്റെ മറുകട കരക്കുമ്പോ ഓരോ പെൺകുട്ടികളും അവരുടെ കൂടെയുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവര് സഹോദരങ്ങളല്ല, അവര് ഭർത്താവല്ല, അവരാങ്ങളമാരല്ല. +1 പഠിക്കുന്ന കുട്ടി ചെറുപ്പക്കാരന്റെ കയ്യിൽ കോത്ത് പിടിച്ചിട്ട് അവർ ഈ തടാകത്തിന്റെ നദി കടക്കുകയാ. വഴുവടുപ്പുള്ള പാറയിലേക്ക് കൊലിസിട്ട് കാലിത വിട്ടുമ്പോ പാറയൊന്ന് വഴുതി പോകുമ്പോ കയ്യിൽ പിടിച്ച ചെറുപ്പക്കാരന്റെ തോളിലേക്ക് ചാഞ്ഞു വീണ് അവനോടുകൂടെ വെള്ളത്തിലേക്ക് താഴെ മറിഞ്ഞു വീണ് പെണ്ണ് താഴേക്ക് മറിഞ്ഞു വീണുമ്പോ ആ സമയത്ത് കൂടെയുള്ള സഹപാഠിയായ ചെറുപ്പക്കാരൻ കൈകൊണ്ട് താങ്ങിയെടുത്ത്, ഏറെ ഞാൻ പറയുന്നില്ല, ഞാൻ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ട്, സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, താങ്ങിയെടുക്കുമ്പോ അവന്റെ കരതലങ്ങൾ എവിടെയൊക്കെയാണ് സ്പർശിക്കുന്നതെന്ന്. സഹോദരങ്ങളെ, വെള്ളത്തിന്റെ ഉള്ളിൽ നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി ആ ചെറുപ്പക്കാരൻ താങ്ങിയെടുക്കുമ്പോ എത്രയോ മുസ്ലിം പെൺകുട്ടികളാ വെള്ളത്തിൽ കിടന്ന് കൂടെയുള്ള സഹപാഠിയുടെ കൂടെ തത്തിക്കളിക്കുകയാ. താഴെ വീടുന്നവനെ താങ്ങിയെടുക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ കണ്ട കാഴ്ച എന്തെന്നറിയോ? കുട്ടികളുടെ മാത്രമല്ല, കുറെ കുട്ടികൾ, ആൺകുട്ടികൾ, ഒരു 16-17 വയസ്സുണ്ടാകും, സാരി ഉടുത്തൊരു പെണ്ണിനെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുളിപ്പിക്കുകയാ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, പടച്ചറപ്പേ, ഇതാരാ? കരയിലിരുന്നിട്ട് പെൺകുട്ടികൾ വിളിക്കുന്നു, ടീച്ചറേ, ടീച്ചറേ. ആരാന്നറിയോ? വേലി തന്നെ വിളവ് തിന്നുകയാ. ടീച്ചറിനെ ആ ശിഷ്യന്മാര് കുളിപ്പിക്കുന്നത്. പൊന്ന് സഹോദരങ്ങളെ, നിങ്ങൾ എന്താ പറയുക? ഉസ്താദേ, ടീച്ചർമാര് നോക്കാനില്ലേ? അധ്യാപകൻ നോക്കാനില്ലേ? സാറന്മാര് കൂടെ പോകുന്നില്ലേ? ഇതെല്ലാവരെയും ഞാൻ പറയുന്നതല്ല. അങ്ങനെ ആർക്കെങ്കിലും അധ്യാപകരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. മാതാപിതാ ഗുരു ദൈവം. മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ്. ഗുരു കാണിച്ചു കൊടുക്കേണ്ടത് ദൈവത്തെയാണ്, അല്ലാതെ വാത്സ്യായന്റെ സൂത്രത്തെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തിന്റെ മനസ്സ് വല്ലാതെ നൊന്നുപോയി. ഞാൻ അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള, ഇവിടെ നിന്ന് പോയാൽ ആദ്യത്തെ പ്രസംഗം ഇതിനെതിരെയാ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതിന്റെ CD വെളിയിലിറക്കണം. നാളെ ഇൻഷാ അല്ലാഹ് കക്കടിപ്പുറത്തിന്റെ വിഷയം തന്നെ ഖുർആനിലെ വനിതയാ. പെണ്ണുങ്ങളെ കുറിച്ചൊന്ന് മലപ്പുറത്ത് പറയാൻ വേണ്ടിയാ നാളെ കക്കടിപ്പുറത്ത് ഖുർആനിലെ വനിതയാ വിഷയം. ഖുർആൻ പറയുന്ന പെണ്ണാരാ, ഖുർആൻ പറയുന്ന പെണ്ണെന്താ എന്ന് പറയേണ്ടതുണ്ട് അഭിനവകാല ലോകത്തിന്റെ മുമ്പ്. സഹോദരങ്ങളെ, അവസാനം അവിടുത്തെ പേക്കൂത്ത് കണ്ടപ്പോ കുറെ ചെറുപ്പക്കാരെ കൈ പിടിച്ചിട്ട് പെൺകുട്ടികളെ കാട്ടിനകത്തേക്ക് പോകുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇത് പറയുന്നതിന് മുമ്പ് ക്ലാരിറ്റി വരുത്തണമല്ലോ. ഇവരെങ്ങാനും ആങ്ങളമാരാണെങ്കിലോ? ഞാനങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഞാനും അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം.
ഇത്രയുമാന്ന് കരുതിയില്ല. പ്രകൃതി ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകാം. തിരിച്ചു പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി വേറൊരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു വരുന്നത്. ആരോ വിളിക്കുന്നത് കേട്ടു, ഷെറീന. അപ്പടാന്ന് എനിക്ക് മനസ്സിലായത് ഇത് നാളെ ശഫാഅത്ത് കിട്ടേണ്ട സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളതാണ്. ഞാൻ ആ കുട്ടിയോടൊന്ന് ചോദിക്കണമല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോളെ ഷെറീന എത്രയിലാ പഠിക്കുന്നത്? +1 ഉസ്താദ്. എവിടുന്നാ വരുന്നത്? മലപ്പുറം ജില്ലയിൽ നിന്നാ. ഏത് സ്കൂളിൽ നിന്നാ? സ്കൂളിന്റെ പേര് പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്തിനു വന്നടാ? ഉസ്താദേ സ്റ്റഡി ടൂറിന് വന്നതാണ്. ഞാൻ പറഞ്ഞു മോളെ സ്റ്റഡി ടൂറിന് വന്നിട്ട് നന്നായിട്ട് പഠിച്ചോ? ആ ചോദ്യം ആ കുഞ്ഞിനെന്തോ തോന്നി. അവസാനം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ ഇന്നയാളാ, അടുത്ത പ്രസംഗത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് പറയുമെന്ന്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, പെമ്മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ, ഏത് കാര്യം പറഞ്ഞിട്ടാണ് പ്രായബുദ്ധിയായ പെൺകുട്ടികളെ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ ആവാസത്തിന് പറഞ്ഞു വിടുന്നത്? പള്ളിയിലെ ഇമാമ് പറഞ്ഞാൽ അവൻ പിന്തിരിപ്പനാ, പള്ളിയിലെ കമ്മിറ്റി പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വെക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ ഞാൻ പറയുന്നില്ല. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശ്രീദേവി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്താ? ചാനലിൽ വരുന്ന അരക്ക് റിപ്പോർട്ട് വസ്ത്രമില്ലാത്ത പെണ്ണുങ്ങൾ കാരണത്താലാ കൗമാര പ്രായക്കാര് മാനഭംഗം ചെയ്യുന്നതുണ്ട്. ഞാനല്ലല്ലോ പറഞ്ഞത്, ശ്രീദേവിയല്ലേ. ചാനൽ വരുന്ന പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം കണ്ടിട്ടാ കേരളത്തിലെ കൗമാരക്കാര് ലൈംഗിക പീഡനത്തിന് പെടുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തേ മരിക്കണമെന്ന് ചിന്തയില്ലേ? ആരടി മണ്ണിൽ കിടക്കണമെന്നുള്ള ബോധമില്ലേ? ഡിസംബറിന്റെ രാത്രിയിൽ, ഒരു പുതുവത്സര രാത്രിയിൽ ഒരു പെണ്ണിനെ കൊണ്ട് ഗാനമേള നടത്താം. പക്ഷേ നാളെ രാവിലെ മരിക്കുമെന്ന ചിന്തയില്ലാത്തതെന്താ? ഈ റൂഹ് വിട പറയുന്നുവെന്ന് ചിന്തയില്ലാത്തതെന്താ? സക്കറാത്തിൽ കടന്ന് പിടയുമ്പോ ആ സമയത്ത് റക്കീബും അതീതും വന്നിട്ട് ചോദിക്കുകയില്ലേ, വൈനകാന കബീഹാ,